എന്തിനാ ഇപ്പം കുങ്കുമം തൊട്ടതെന്നല്ലേ അറിയേണ്ടത്? പറഞ്ഞുതരാം. ധനുമാസത്തിലെ തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ്. അതിന് പുരാണത്തിലൊരു കഥയുമുണ്ട്. ശൈവ പരമ്പരയിൽ പറയുന്നത് ഇപ്രകാരമാണ്: സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ദുഃഖത്തിലമർന്ന ശിവനെ പാർവതി ദേവി തപസ്സിലൂടെ ഭർത്താവായി സ്വീകരിച്ചത് ഈ തിരുവാതിര ദിനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദാമ്പത്യ സൗഖ്യത്തിനും ദീർഘായുസിനുമായി സ്ത്രീകൾ ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നു. തിരുവാതിരയുടെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തുടിച്ചുള്ള കുളിയും. എന്ന് വെച്ചാൽ പണ്ടുള്ളവർ പറയാറുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് തുടികൊട്ടിപ്പാടി കുളിച്ചീർന്നടിഞ്ഞ് വളരെ സുന്ദരിയായി വരുന്നു. അതായത് മഞ്ഞക്കുറിയും ഭർത്താവുള്ളവർ ഇവിടെ നമ്മുടെ സിന്ദൂരവും അണിയണം. ദാമ്പത്യ ഐക്യത്തിനും സൗഖ്യത്തിനുമാണ് പ്രധാനമായും തിരുവാതിര നമ്മൾ നോക്കുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് അന്നത്തെ ഭക്ഷണം, പുഴുക്ക്. പുഴുക്കിൽ പല വിഭവങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ചേന, ചേമ്പ്, നേന്ത്രവാഴയ്ക്ക, ഇതെല്ലാം ഒന്നിച്ച് നമുക്കൊരു പുഴുക്കുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാന്താരി ചമ്മന്തി. ഒപ്പം മറ്റൊന്നാണ് തിരുവാതിരക്കളി. അതായത് അന്നത്തെ ദിവസം സ്ത്രീകൾക്ക് മാത്രമായി ഒരു ദിവസമാണ്. എത്രത്തോളം ആഘോഷിക്കാൻ പറ്റുമോ അത്രത്തോളം ആഘോഷിക്കുന്ന ഒന്നാണ് തിരുവാതിര സ്ത്രീകളെ സംബന്ധിച്ച്. തിരുവാതിരയ്ക്ക് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ശിവപാർവതി ക്ഷേത്രത്തിലെ ദർശനമാണ്. അന്ന് രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞ തുടികൊട്ടിപ്പാട്ട് അതെല്ലാം ചെയ്ത് കുളി കഴിഞ്ഞ് നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു. അത് മുടങ്ങാതെ ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായ ഒരു കർമ്മമാണ്. പിന്നെ വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്ന തിരുവാതിരയാണെങ്കിൽ അതിന് പുത്തൻ തിരുവാതിര, പൂത്തിരുവാതിര എന്നെല്ലാം പേര് ചൊല്ലി വിളിക്കും. ആ ദമ്പതികൾ തീർച്ചയായും ഒരുമിച്ച് ശിവഭഗവാനെ തൊഴുതു വഴങ്ങി പ്രസാദം വാങ്ങി ഭഗവാന്റെ ഐശ്വര്യം നമുക്ക് കിട്ടുന്ന രീതിയിൽ പ്രാർത്ഥനയും നടത്തി വരുന്നു. ഇത് ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ്. ഈ വർഷത്തെ തിരുവാതിര ജനുവരി 3-നാണ്. എല്ലാ സ്ത്രീകൾക്കും ഐശ്വര്യവും ആരോഗ്യപ്രധാനവുമായ ഒരു ഉദ്ദിഷ്ട കാര്യലബ്ധിയോടുകൂടിയുള്ള ദാമ്പത്യ സൗഖ്യവും ഐക്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും തിരുവാതിര ദിനാശംസകൾ.